ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോറി കാണാൻ വേണ്ടിയിട്ട് ഈ കാടിൻ്റെ നടുവിൽ കൂടി ഒറ്റയ്ക്ക് വരാൻ വിചാരിക്കണ തന്നെ പോലത്തെ അത്ര എളുപ്പമല്ല. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ എത്തിയേക്കുന്നൊരു അടിപൊളി സ്ഥലത്ത്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ആർക്കും അധികം റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്ഥലമാണിത് കേട്ടോ. സോ ഞാൻ എന്താണ് റെക്കമെൻഡ് ചെയ്യാത്തത് എന്ന് വെച്ചാൽ, നിങ്ങൾ തന്നെ ജസ്റ്റ് കണ്ടോ, നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന ഈ ഒരു വഴി കണ്ടു. ഇവിടെ മണ്ണിൻ്റെ തിട്ടകളാണ്. ആ തിട്ടകൾ കടന്ന് വേണം അങ്ങോട്ട് പോകാൻ. സോ ഈ കാണുന്ന ഈ തിട്ടകൾ അത്ര സുരക്ഷിതമല്ല. അപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയും വരുമ്പോൾ, ഫാമിലി ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കുട്ടികളെ കൊണ്ടുവരാതിരിക്കുക. കാരണം കുട്ടികളെന്ന് പറഞ്ഞാൽ അവരെ ഒരു നേച്ചർ അറിയാമല്ലോ, അവരിങ്ങനെ ചാടിത്തുള്ളിയൊക്കെ പോകും. അപ്പോൾ വളരെ ഡീപ്പാണ്, ഒരു കൈവരിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കണ്ടീഷനാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഒട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. സോ നിങ്ങൾ കാണാൻ വരുന്നുണ്ടെങ്കിൽ, കുറച്ച് മുതിർന്നവർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ കുട്ടികളായിട്ട് വരാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ അത്രയും കെയർഫുള്ളായിട്ട് വേണം കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. സോ സ്ഥലം ബ്യൂട്ടിഫുൾ അല്ലേ. അടിപൊളി. ഈ കാണുന്ന ആ ഒരു ഏരിയ നിന്നാണ് നമ്മൾ ശരിക്കും താഴേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. സ്റ്റാർട്ടിങ് പോയിൻ്റ് അവിടെ നിന്നാണ്. അവിടെ നിന്ന് ഈ വഴി നമ്മൾ ഇറങ്ങി വന്ന് നേരെ കുറച്ച് മുന്നോട്ട്, ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 150 മീറ്റേഴ്സ് മുന്നോട്ട് വന്നാൽ ഈ കാണുന്ന ഏരിയയിലെത്തും. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങടേക്ക് വന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഇങ്ങനെ നടന്നാൽ മതി. അപ്പോൾ ആ കാണുന്നത് ഹൈവേ ആണ്, നമ്മുടെ തൃപ്പൂണിത്തുറ മൂവാറ്റുപുഴ ഹൈവേ. അത് എറണാകുളത്തേക്ക് വരാനുള്ള മൂവാറ്റുപുഴ ഹൈവേ ആണ്. ആ ഹൈവേ നേരെ ലെഫ്റ്റ് സൈഡിൽ റോഡ് സൈഡിൽ തന്നെയാണ്. പെട്ടെന്ന് എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല, പക്ഷേ ഇങ്ങടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് പെട്ടെന്ന് എന്തായാലും മനസ്സിലാവുന്ന ഒരു സ്പോട്ട് തന്നെയാണ്. അതുപോലെ ഇവിടേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കയറാനുള്ള ഒരു എൻട്രൻസ് ഇല്ല. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു കൺഫ്യൂഷനായി പോകും ഇങ്ങോട്ടേക്ക് എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനും പെട്ടെന്ന് അങ്ങനെ ഒരു ഇതിലായിപ്പോയി. അപ്പോൾ അവിടെ ഒരു ചേച്ചി നിൽക്കുന്നുണ്ടായി, നമ്മുടെ ഇവിടെ നടന്നു വന്നില്ലേ ആ ചേച്ചി അവിടെ നിന്ന് മരങ്ങളൊക്കെ വീണ് കിടക്കണ്ടല്ലോ, ഇന്നലെ പെയ്ത മഴയിൽ വീണ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കളക്ട് ചെയ്തുകൊണ്ട് ചേച്ചി നടന്നു പോയി. അപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത് ഈ വഴി പോയാൽ മതി. ഒരു ഹിഡനായിട്ടൊരു ചെറിയൊരു സ്പേസ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ വരാനുള്ളൊരു വഴിയുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വഴി തിരഞ്ഞെടുത്തത്. സോ ആ വഴി വന്ന് എന്തായാലും എനിക്ക് മിസ് ചെയ്തില്ല. അടിപൊളി ഗ്രീനറിയാണ്. ഗ്രീനറി മാത്രമല്ല, ഈ കാണുന്ന റോക്സൊക്കെ ഉണ്ട്. ഇതൊക്കെ നേരിട്ട് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എന്താ ഭംഗിയെന്ന് അറിയോ. ഇതൊക്കെ നമ്മൾ ലൈഫിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി എത്ര കാലം ഇത് ഉണ്ടാവുമെന്നറിയില്ല. സംഭവം ഇതൊരു കോറിയാണ്, വർഷങ്ങൾക്ക് മുമ്പേ പൂട്ടിപ്പോയി. അങ്ങനെ ഇവിടെ വെള്ളം കെട്ടി കിടന്നു. ഇതൊരു ലേക്ക് പോലത്തെ ഒരു സെറ്റപ്പായി. അപ്പോൾ ഒരുപാട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാനും അങ്ങോട്ട് സ്റ്റേ ആയിട്ട് നിൽക്കുന്നില്ല. കാരണം ഭയങ്കര ഡേഞ്ചറാണ്, നേരെ നോക്കിയാൽ തന്നെ ഒന്നും കാണാൻ പറ്റില്ല. സോ എല്ലാവരും കെയർഫുള്ളായിട്ട് വരാം, സ്ഥലം ജസ്റ്റ് എൻജോയ് ചെയ്യുക, തിരിച്ചു പോവാം. ഓക്കെ, എങ്ങനെയുണ്ട് സ്ഥലം? ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോൾ ഞാൻ ഇത്രയും മനോഹാരിതമായിട്ടൊരു ഗ്രീനറി ഞാൻ ഒരിക്കലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വരെ പ്രതീക്ഷയില്ല. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഏതായാലും എറണാകുളത്തുള്ളവർ ഒട്ടും മിസ് ചെയ്യാതെ തന്നെ ഈ സ്ഥലം ഒന്ന് കാണാൻ ശ്രമിക്കാം. ഇവിടെ വാട്ടർ റൈഡ്സ് ഒക്കെ കുറേ ഉണ്ട്. വാട്ടർ റൈഡ്സ് മീൻസ് ഇവിടെ സ്കൂബ ഡൈവിങ് കാര്യങ്ങളൊക്കെ, അവിടെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ ഒരു ഭാഗത്ത്. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ കിഡ്സൊക്കെ ആയിട്ട് വരുമ്പോൾ അത്രയും കെയർ ചെയ്ത് വേണം വരാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആണ്. കാരണം ഭയങ്കര ഡീപ്പായിട്ടുള്ള
വെള്ളമാണ്, ലേക്കൊന്നുമല്ല, പക്ഷേ പഴയൊരു കോറി സെറ്റപ്പാണ്. ഇത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു ഫോട്ടോഗ്രാഫിക് വ്യൂ പോയിൻ്റ് തന്നെ ഉണ്ട് ഇവിടെ. അപ്പോൾ വരാൻ എല്ലാവർക്കും എളുപ്പമാണ്. കാരണം ഈ സ്ഥലത്തിൻ്റെ പേര് ശാസ്താംമുകൾ ലേക്ക് എന്നാണ്. ഈ ശാസ്താംമുകൾ ലേക്ക് വരുന്നത് തൃപ്പൂണിത്തറ, അതായത് എറണാകുളത്ത് തൃപ്പൂണിത്തറ ടൗണിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു, എനിക്ക് തോന്നുന്നു തൃപ്പൂണിത്തറ ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവാണിയൂർ എന്ന് പറഞ്ഞൊരു ടൗൺ എത്തും. തിരുവാണിയൂർ എന്ന് പറഞ്ഞ ടൗണിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 2 കിലോമീറ്റേഴ്സ് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലം കാണാൻ പറ്റും. എന്തായാലും എല്ലാവരും വീക്കെൻഡ് ആണെങ്കിലും ഡേ ആണെങ്കിലും വരാൻ ശ്രമിക്കുക. അടിപൊളി സ്ഥലമാണ്, നിങ്ങൾക്ക് എന്തായാലും മിസ് ചെയ്യില്ല. ഇവിടെ വന്നതൊന്നും അത്രയും ഗ്രീനറിയാണ്, ഭയങ്കര സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അടിപൊളി സ്ഥലം, നല്ലതായിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. വേസ്റ്റും കാര്യങ്ങളൊന്നും അധികം ഇല്ലാത്തൊരു നല്ല ബ്രീത്തിങ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്ഥലം. അപ്പോൾ എല്ലാവരും വരാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. എല്ലാവർക്കും സ്ഥലം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.